ഉച്ച കഴിയുമ്പോഴും ഭേദപ്പെട്ട പോളിംഗാണ് നിലമ്പൂർ മണ്ഡലത്തിൽ രേഖപ്പെടുത്തുന്നത്. ഏതാണ്ട് 35% മുകളിലേക്ക് ഈ സമയം കൊണ്ട് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും വലിയ തരത്തിലുള്ള ക്യൂ കാണുന്നില്ല. കാരണം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് 263 പോളിംഗ് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞ തവണ നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ 50-ലധികം പോളിംഗ് ബൂത്തുകൾ പുതുതായി സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുവായി തിരക്ക് കുറവായിരിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. മാത്രമല്ല, ഈ പോളിംഗ് ബൂത്തുകളിൽ ആളുകളുടെ എണ്ണം ക്രമപ്പെടുത്തിയാണ്, തിരക്കൊഴിവാക്കുന്ന തരത്തിൽ ക്രമപ്പെടുത്തിയാണ് പോളിംഗ് ബൂത്തുകൾ അധികമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് വലിയ തിരക്ക് അല്ലെങ്കിൽ വലിയ നീണ്ട ക്യൂ ഒന്നും പോളിംഗ് ബൂത്തുകളിൽ പൊതുവെ ഇല്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് അമരമ്പലം പഞ്ചായത്തിലെ പറമ്പ GUP സ്കൂളിലാണ്. ഇവിടെ പ്രവർത്തിക്കുന്ന പോളിംഗ് ബൂത്തിലാണ്. അപ്പോൾ വലിയ തിരക്കില്ലാത്തതിനാൽ വോട്ടർമാരെ സംബന്ധിച്ചും അത് ആശ്വാസമാണ്. ചേച്ചി കുറെ നേരമായി നിൽക്കുന്നു. വലിയ തിരക്കില്ലല്ലേ? വലുതായിട്ട് കാത്തിക്കേണ്ടി വരുന്നുണ്ടോ? പോന്നിട്ടുള്ളോ? എന്താ ചേച്ചി, എന്താ സ്ഥിതി? തീരുമാനിച്ചുറപ്പിച്ചാണോ വന്നേ? ഞാൻ പോയി കുത്തിയാ മതിയോ? അവിടെ പോയ മാറോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്ത് നോക്കിയിട്ടാണ് നിങ്ങൾ വോട്ട് രേഖപ്പെടുന്നത്? എന്താണ് അതിന്റെ ഫാക്ടർ? മീൻസ് സ്ഥാനാർത്ഥി ഒന്നെല്ലാം ചോദിക്കുന്നത് എന്ത് അടിസ്ഥാനമാക്കിയാണ് വോട്ട് രേഖപ്പെടുന്നത്? വികസന അടിസ്ഥാനമാക്കിയാണ് വോട്ട്. വികസനത്തിന് വോട്ട് അതിന് മാറുമല്ലോ അവിടെ പോയാൽ? ഇല്ല. എന്തായാലും അങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്താണ് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ആ നിലയ്ക്ക് വലിയ ക്യൂ ഇല്ല എന്നുള്ള ആശ്വാസം വോട്ടർമാരെ സംബന്ധിച്ച ആശ്വാസമാണ്. അത് എടുത്തു പറയണം. നമ്മൾ സാധാരണഗതിയിൽ ഈ പോളിംഗ് നടക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വലിയ ക്യൂ, ഒപ്പം തന്നെ വോട്ടർമാരെ സംബന്ധിച്ച് പ്രയാസം, പ്രായമായവരെ സംബന്ധിച്ച് പ്രയാസം, അതൊന്നും ഇത്തവണ ഇല്ല എന്നുള്ളതാണ് ആശ്വാസം. അതിനനുസരിച്ച് പോളിംഗ് ബൂത്തുകൾ, പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചു എന്നുള്ളതാണ് ആശ്വാസമാകുന്നത്. മാത്രമല്ല, രാവിലെ മഴയുണ്ടായിരുന്നു. ഈ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട് എന്നുള്ള ആശ്വാസം കൂടിയുണ്ട്. ഈ പറഞ്ഞതുപോലെ രാവിലെ ഈ പോളിംഗ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ പലയിടത്തും മഴയുണ്ടായിരുന്നു, ഇടവിട്ട മഴയുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് ഇപ്പോൾ ഏതാണ്ട് ഈ സമയം ഉച്ചയാകുമ്പോൾ പൂർണ്ണമായും മഴ മാറി നിൽക്കുന്നുണ്ട്. അതും പോളിംഗ് സുഗമമാക്കും, വേഗത്തിലാക്കും, ഭേദപ്പെട്ട മികച്ചൊരു പോളിംഗ് തന്നെ ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ആ നിലയ്ക്ക് പ്രതീക്ഷകൾ മുന്നണികളും സ്ഥാനാർത്ഥികളും വെച്ച് പുലർത്തുന്നുണ്ട്. ഇതിനകം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട സംഗതി, സ്ഥാനാർത്ഥികൾ മിക്ക ബൂത്തുകളിലും പരമാവധി എത്താനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും എത്താൻ, അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ചും എത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ അടക്കം ഇങ്ങനെ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച് വോട്ടർമാരെ, പോളിംഗ് ബൂത്തിലെത്തി വോട്ടർമാരെ കാണാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട്. എന്തായാലും ഉറച്ച വിജയപ്രതീക്ഷയിൽ സ്ഥാനാർത്ഥികൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ, ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഭേദപ്പെട്ട പോളിംഗ് കൂടി രേഖപ്പെടുത്തുന്നുണ്ട്.